അവസരത്തില് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കഥാഗോളമാണ് സത്യവ്രതൻ എന്ന് പറയുന്ന ഒരാളിന്റെ കഥ. പേര് തന്നെ സത്യവ്രതൻ എന്നാണ്. വ്രതൻ എന്ന് പറഞ്ഞാൽ ധരിച്ചവൻ എന്നർത്ഥം. വ്രതം എന്ന് പറഞ്ഞാൽ ധരിക്കുക എന്നർത്ഥം. അപ്പൊ സത്യത്തെ ധരിച്ചവനാണ് അദ്ദേഹം. ദേവദത്തൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ പുത്രനാണ്. ഈ ദേവദത്തന് വളരെ കാലത്തോളം സന്തതികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ സന്തതികളൊന്നും ഇല്ലാതെ ഇരുന്ന് അദ്ദേഹം വളരെയധികം ദുഃഖപ്പെട്ടു. കാരണം ഈ സന്തതികൾ ഉണ്ടായില്ലെങ്കിൽ വലിയ സങ്കടമാണ് മക്കൾക്ക്. എല്ലാവർക്കും വേണം മക്കളുണ്ടായില്ലേ വലിയ സങ്കടം. ഉണ്ടായ തലതിരിഞ്ഞു പോയാൽ അതിനേക്കാൾ വലിയ സങ്കടം. ഇതിൽ ഏതാ ഏറ്റവും വലിയ സങ്കടം? ഉണ്ടാവാത്താണോ തലതിരിഞ്ഞു പോയതാണോ? ഏത് സങ്കടമാണ് ഏറ്റവും വലിയ സങ്കടം? ഉണ്ടാവാതിരിക്കുന്ന സങ്കടമാണോ വലിയ സങ്കടം? അത് ഉണ്ടായത് തലതിരിഞ്ഞു പോകുന്നതാണ് ഏറ്റവും വലിയ സങ്കടം. ലോകത്തിലെ ഏറ്റവും വലിയ മക്കളെ കുറിച്ച് ഓർത്തുള്ള സങ്കടം എന്ന് പറയുന്നത് തലതിരിഞ്ഞു പോകുന്ന മക്കളെ ഓർത്തുള്ള സങ്കടം. ഉണ്ടായില്ലെന്നുള്ളത്. ഉണ്ടാവുന്നെങ്കിൽ ചൊവ്വനേരെ ഉണ്ടാവണം, അല്ലേ വേണ്ടെന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. ഓരോരുത്തർക്കും അവരവരുടെ കർമ്മം ഇല്ല. ഞാൻ സത്യമല്ലേ പറഞ്ഞു. അറിയില്ല, അവരല്ലേ നമ്മുടെ കുഴപ്പം. നമ്മൾ ഓടി നടന്ന് സർവ വഴിപാട് നടത്തി എങ്ങനെങ്കിലും ഒരെണ്ണത്തിനെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ ഓടുന്നത്. ഉണ്ടായി ഇങ്ങോട്ട് വന്ന് നേരെ ചോയെന്ന് നിൽക്കാൻ തുടങ്ങിയപ്പോൾ കാലമടക്കി അടിക്കാൻ തുടങ്ങി. എന്തോ ചെയ്യാൻ വീരപ്പനും പില്ലാതിനും പുലദേവിയൊക്കെ അവരാണ് ഇങ്ങോട്ട് വരുന്നത്. എന്തോ ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ടാണ് അവനവന് അർഹതയുള്ളതാണെ വന്നു ചേരും. അതിലേക്ക് ഓടണ്ട. പ്രാർത്ഥന വേണ്ടെന്നല്ല. അത് കാലമാകുമ്പോൾ കിട്ടാനുള്ളത് തനിയെ കയ്യിൽ വന്ന് ചേരും. അതിനുള്ള യോഗ്യത അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു കർമ്മഫലം അല്ല, അതിനുള്ള അർഹത നമുക്കില്ലെങ്കിൽ പിന്നെ നമ്മൾ പിടിച്ചു പറിക്കുന്നതാ. ആ പിടിച്ചു പറിച്ചുണ്ടാവുമ്പോ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കും. അതുകൊണ്ടാണ് സന്തതികള് സൃഷ്ടിക്കാൻ ആലോചിക്കുമ്പോൾ തന്നെ രണ്ടുപേരും വ്രതശുദ്ധിയോടുകൂടി നിൽക്കണം. വ്രത അനുഷ്ഠാനത്തോടു കൂടി വേണം സന്തതികളെ സൃഷ്ടിക്കാൻ. നമ്മളൊന്നായ